ഹലോ ഗായ്സ്, ഈ 2:30 മണിക്ക് തന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്നല്ലേ? വേറെ എങ്ങോട്ടും അല്ല, വെളുപ്പിനെ എഴുന്നേറ്റിട്ട് നമുക്ക് ഒരു വഴിക്ക് പോകേണ്ടതുണ്ട്. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഏകദേശം 2:30, കിടന്നപ്പം 12:45 1 മണിയായി. 1 മണിക്കൂർ 1.5 മണിക്കൂർ പോലും സമാധാനമായിട്ട് ഉറങ്ങിയിട്ടില്ല. ശരിക്കും എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതേ നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റിട്ട് അത്യാവശ്യം കുറച്ച് പണികളൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് വെച്ചു. കാരണം കുഞ്ഞിക്ക് ഇന്ന് സ്കൂളുണ്ട്. അപ്പോൾ ഇതേ പുട്ട് അവിക്കാനായിട്ടുള്ള പൊടിയും അതുപോലെ തന്നെ തേങ്ങയൊക്കെ ഞാൻ എടുത്തു വെച്ചു. പിന്നെ ചെറുപയർ തലേദിവസം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിക്ക് ചെറുപയർ തോരൻ കൊടുത്തു വിടാമെന്ന് വെച്ചിട്ട്. പിന്നെ അരി ഇട്ടു. അപ്പോൾ ചോറും ചെറുപയർ തോരനും പുട്ടും ആയിക്കോളും. പിന്നെ പുട്ടിനുള്ള കറിയും പിന്നെ ഉച്ചക്കത്തേക്ക് വേണമെങ്കിൽ ഒരു കൂട്ടാനും ഹർഷയും അമ്മയും കൂടെ ഉണ്ടാക്കിക്കോളും. അപ്പോൾ ഇതേ 3 അടുപ്പ് ഞാൻ നിരത്തി പിടിച്ച് അങ്ങോട്ട് കത്തിച്ചിട്ട് ഒരടുപ്പിൽ പയറും ഒരടുപ്പിൽ ചോറും വെള്ളമാണ് കേട്ടോ അതിൻ്റെ മുകളിൽ. അതിൻ്റെ ഒരു ട്രിക്കാണ് കേട്ടോ. കഞ്ഞിക്കലത്തിൻ്റെ മുകളിൽ ആ ഒരു ചെരുവത്തിൽ വെച്ച് കഴിഞ്ഞാൽ എളുപ്പം ചൂടായി കിട്ടും. അപ്പോൾ എക്സ്ട്രാ നമ്മൾ വെള്ളം ചൂടാക്കാൻ പോകേണ്ട കാര്യമില്ല. 2:30 മണി 3 മണിയൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു തണുപ്പും മഞ്ഞുമൊക്കെ ഇപ്പോൾ ഉള്ളതുകൊണ്ട് രാവിലത്തെ ആ പച്ചവെള്ളം ഒഴിക്കുമ്പോൾ ഉള്ള ആ ഒരു ഞെട്ടൽ മാറാനായിട്ട് വെള്ളം വയ്ക്കുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിക്കണം അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. പിന്നെ കുഞ്ഞിക്കും വൈദൂനും ഒക്കെ അങ്ങനെ തന്നെയാണ് വെക്കാറ്. അപ്പോൾ നമുക്ക് ഗ്യാസും അടുപ്പും ഒക്കെ ഒക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും. ഗ്യാസും വിറകും ഒക്കെ നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. അപ്പോൾ കുഞ്ഞിക്ക് സ്നാക്സായിട്ട് ഇന്ന് ഓറഞ്ചാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഓറഞ്ച്, ഒരുപാടൊന്നുമില്ല, ഒരു 1/2 കിലോ ഓറഞ്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേട്ടോ, നമ്മൾ പോകുന്നിടത്തേക്ക്. അപ്പോൾ വിശപ്പും ദാഹമൊക്കെ ഒന്ന് മാറാൻ ഓറഞ്ച് ഭയങ്കര യൂസ്ഫുൾ ആണല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങൾ തൈരും അതുപോലെ തന്നെ ഓറഞ്ചും വെള്ളമൊക്കെ എടുത്തു വെച്ചു. ചോറ് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അമ്മ കെട്ടി വെച്ചോളൂ. അപ്പോൾ ഇതിപ്പോൾ 4 മണിയായി. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഈ ഒരു ലുക്കൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. സെറ്റ് സാരിയും അതുപോലെ തന്നെ കുളിപ്പിന്നലും ചന്ദനക്കുറയും ഒക്കെ തൊട്ടിട്ട് നമ്മൾ കൂടുതലും എങ്ങോട്ടേക്കായിരിക്കും പോവുക? അമ്പലത്തിലേക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോവുകയാണ്. വേറെ എങ്ങോട്ടും അല്ല, നമ്മുടെ ചക്കുളത്ത് കാവ് പൊങ്കാലയാണ്. അപ്പോൾ തുടർച്ചയായ 4 വർഷവും ദേവി അനുഗ്രഹിച്ച് നമുക്ക് ഇതിടാനായിട്ട് സാധിച്ചു. ഇത് 4ാമത്തെ വർഷമാണ് കേട്ടോ. ഈ 3 വർഷവും ഭംഗിയായിട്ട് ദേവി അതിന് സഹായിച്ചു. അപ്പോൾ ഈ വർഷവും അതുപോലെ തന്നെ മനസ്സിലെ ആഗ്രഹം പോലെ തന്നെ അത് സാധിച്ചു. ദേവിക്ക് പൊങ്കാല ഇടാനായിട്ട് പോവുകയാണ്. ഈ ഒരു സാരി ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. സെറ്റ് സാരി എപ്പോഴും നമുക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ആവശ്യമാണ്. അപ്പോൾ ഒരുപാട് വിലയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വെറും 300 രൂപ ആയിട്ടുള്ളൂ കേട്ടോ ഈ ഒരു സെറ്റ് സാരിക്ക്. ഒരുപാട് പേർക്ക് ഇഷ്ടമായി, ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അണിഞ്ഞൊരുങ്ങി ലഗേജ് കാര്യങ്ങളൊക്കെ എടുത്ത്, അപ്പോൾ എല്ലാം തലേദിവസം തന്നെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് നമ്മൾ വിറക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പൊങ്കാല ആയിക്കഴിഞ്ഞാൽ അത് കഴിയണ ഒരു ആദ്യമാണ് ശരിക്കും പറഞ്ഞാൽ. കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സങ്കടമാണ്. അപ്പോൾ വെളുപ്പിനെ 4 മണിയായി. 4:30ക്കാണ് വണ്ടി. ഞാനൊരു 4:10 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാനും ചിറ്റയാണ് ഇവിടെ നിന്നുള്ളത്. അമ്മയും അപ്പച്ചി ഇത്തവണ ഇല്ല. പിന്നെ നമ്മളിത് 8 മൈലിലെത്തി. 8 മൈലിലെത്തി ഒരു 4:30 മണി ആവുന്നു. നമ്മുടെ KSRTC വന്നു. 4:30ക്കാണ് കൃത്യം നമ്മുടെ KSRTC ബസ് 8 മൈലിൽ കൂടെ പാസ് ചെയ്ത് പോണത്. അപ്പോൾ KSRTCയിൽ ചെന്ന് നമ്മൾ ഇറങ്ങി. അവിടുന്ന് നമ്മൾ ഇനി തിരുവല്ല വണ്ടി കയറും. തിരുവല്ലയിൽ നിന്ന് നമ്മൾ എടത്തുവ വണ്ടി കയറും. പിന്നെ ഈ ഒരു ദിവസം ചക്കുളത്തുകാവ് ഒരുപാട് സ്പെഷ്യൽ KSRTC ഉണ്ട് കേട്ടോ. അപ്പോൾ ബസ്സിനൊക്കെ വരുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇഷ്ടം പോലെ ബസ്സുണ്ട്. KSRTC അന്നേ ദിവസം സ്പെഷ്യലായിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ ലീലമ്മയും സരിത ചേച്ചി എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ വന്നിറങ്ങുന്ന വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ നമ്മൾ നേരമൊക്കെ പതുക്കെ വെളുത്തു തുടങ്ങി. എല്ലായിടത്തും ആളാണ്. ഓരോ സ്ഥലത്തും ഇങ്ങനെ അടുപ്പ് പിടിക്കുന്നതും അടുപ്പൊരുക്കുന്നതും ആൾക്കാരിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ മണിമലയാറിൻ്റെ മുകളിലൂടെയുള്ള പാലമാണ് കേട്ടോ. എനിക്ക് ഈ പാലത്തിൻ്റെ മേളിൽ കൂടെ ബസ് പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ എന്താണെന്നറിയില്ല, എന്തോ ഒരു പേടി. അപ്പോൾ നമ്മൾ ചക്കുളങ്കാവിലെത്തി. ബസ് ഇവിടെ വരെ ഉള്ളൂ, ഇവിടുന്ന് മുന്നോട്ട് പോവില്ല. നിരങ്ങിയാണ് ബസ് പോകുന്നത്. KSRTC ഒക്കെ ഇങ്ങനെ വന്ന് ഈ വെള്ളത്തിൽ കൂടെ ഇല ഒഴുകി തടഞ്ഞ് കിടക്കണ പോലെ കിടക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ. അപ്പോൾ എന്തായാലും ഈ വർഷവും കവാടത്തിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടോ. എങ്ങനെ പോയാലും ദേവി ആ ഒരു ചുറ്റുപാടിൽ തരുന്നുണ്ട്. അത് തന്നെ വലിയൊരു അനുഗ്രഹം. അപ്പോൾ ഇത് നമ്മൾ കല്ല് മീൻസ് അവിടുന്ന് കട്ടയും കലവും മാത്രമേ നമുക്ക് വാങ്ങാനുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരുക്കിയിട്ടാണ് പോകുന്നത്. ഇത് രണ്ടും കൂടി ചുമന്നുകൊണ്ട് പോകാൻ പറ്റില്ല. നമ്മൾ സ്വന്തം വണ്ടിക്കൊക്കെ പോകണമെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ കലമൊക്കെ ഒരുക്കി തുടങ്ങി. നമുക്ക് പൊങ്കാലയ്ക്ക് മുമ്പ് നമുക്ക് 1.5-2 മണിക്കൂറോളം ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. അത് ഫ്രീ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുകയല്ല, നമ്മൾ വെള്ളം എടുക്കാൻ പോകുന്നു, കല ഒരുക്കുന്നു, അതുപോലെ തന്നെ കലത്തിൽ മാല കെട്ടലും ചന്ദനം തൊടിയിക്കലും അങ്ങനെ എന്തൊക്കെയോ കുറേ പരിപാടികൾ നമുക്ക് ചെയ്യാനുണ്ട്. അത് മാത്രമല്ല, ഇന്ന് തൃക്കാർത്തികയാണ്. ഇവിടെ ചക്കുളത്തുകാവ് പൊങ്കാലയുടെ ഇന്ന് തൃക്കാർത്തിക ആയതുകൊണ്ട് എൻ്റെ എല്ലാ മാസവും ഞാൻ കത്തിക്കുന്ന എൻ്റെ ഉപ്പുവിളക്ക്, വെറ്റില വിളക്ക്,
കൽക്കണ്ട വിളക്ക് ഞാൻ ഇവിടെയാണ് കേട്ടോ കത്തിച്ചത്. തൃക്കാർത്തികയുടെ അന്ന് നമ്മുടെ ചക്കുളത്തമ്മയുടെ സന്നിധിയിൽ അത് കത്തിക്കാൻ സാധിച്ചു. ഭയങ്കര സന്തോഷമായി എനിക്ക്. അപ്പോൾ ഞാൻ അവിടെ കത്തിച്ചു കേട്ടോ. അപ്പോൾ ഈ മാസത്തെ എൻ്റെ ആ ഒരു വിളക്കൊളുത്ത് എന്താ പറയുക, അതും അങ്ങനെ ആ ഒരു നല്ലൊരു ദിവസത്തിൽ സാധിച്ചു. ഇത് രഞ്ജിനി ചേച്ചിയാണ് കേട്ടോ. രഞ്ജിനി ചേച്ചി നമുക്ക് ഒരുപാട് വർഷമായിട്ട് പരിചയമുള്ളതാണ്. ചേച്ചി തൃശ്ശൂരിൽ നിന്നാണ് എത്തിയിട്ടുള്ള പൊങ്കാല ഇടാനായിട്ട്. പിന്നെ ഇത് ചിറ്റ, പിന്നെ ഇത് അതൊരു സാറാണ് കേട്ടോ. ആ സാറിൻ്റെ പേര് എനിക്ക് അറിയില്ല. മറ്റേ ഷീജ ചേച്ചി. അപ്പോൾ ഷീജ ചേച്ചി ആ സാറിൻ്റെ വൈഫാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൊട്ടാരക്കരയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. നമ്മളിവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് കേട്ടോ. എല്ലാ വർഷവും നമുക്ക് ഇതുപോലൊരു എന്താ പറയുക, നല്ല ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ നല്ല നല്ല ആൾക്കാരെ ദേവി പരിചയപ്പെടുത്തി തരാറുണ്ട്. അപ്പോൾ എല്ലാവരും പോയപ്പോൾ ഭയങ്കര സങ്കടമായി പൊങ്കാല കഴിഞ്ഞിട്ട്. പിന്നെ ഇതേ പൊങ്കാല ഒരുക്കങ്ങളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കിലൊക്കെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോ എടുപ്പ് ചാനലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ട് ചെയ്ത് നമ്മൾ അരിയൊക്കെ കഴുകി വെക്കാമെന്ന് വെച്ചിട്ട് പോവാണ് കേട്ടോ. ഈ ചേട്ടൻ കുറച്ച് സ്ഥലത്ത് പനിനീര് തളിക്കാൻ പറഞ്ഞപ്പോൾ ഓടി നടന്നു ഒരു കുപ്പി പനിനീരും തളിച്ചു. ചേട്ടൻ്റെ വൈഫ് അവിടെ നിന്ന് വിളിച്ചു പോകുന്നുണ്ട്. ആ ചുമല ബ്ലൗസ് ഇട്ടാണെന്ന് തോന്നുന്നു കേട്ടോ വൈഫ്. അപ്പോൾ ഇത് എല്ലാവരും നല്ല കമ്പനിയായിരുന്നു. ഞങ്ങളുടെ നിരയിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് അങ്ങനെ നമ്മൾ പൊങ്കാല എന്താ ഇടാനായിട്ട് ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഗണപതി ഒരുക്കും അതുപോലെ തന്നെ വിളക്കും എല്ലാം റെഡിയാക്കി. നമ്മുടെ RKG നെയ്യുടെ ആൾക്കാരാണ് കേട്ടോ. അവരാണ് നമുക്ക് വിശറ് തരുന്നത് എല്ലാ വർഷവും. അവർ വന്ന് എല്ലാവരും വിശറ് പിടിച്ചിരിക്കണം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിലും ഇരുന്നോട്ടെ എന്ന് കരുതി അവരെ നിർത്തി ഞാനും ഒരു വീഡിയോ എടുത്തു. പെട്ടെന്ന് ആ ചേട്ടന്മാർ ഞാൻ വീഡിയോ ഓണാക്കി വന്നപ്പോഴത്തേക്കും അവർ പെട്ടെന്ന് പാസ് ചെയ്ത് പോയിട്ടോ. കാരണം അവർക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതുകൊണ്ടേ നമ്മുടെ വീഡിയോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കാൻ അവർക്ക് നേരമില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഷീജാൻറ്റി അവിടെ മണ്ടപ്പുറ്റും ഒക്കെ വെക്കുന്നുണ്ട്. ആ സാറും കൂടെ കൂടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ചെത്തി അവർ നല്ലൊരു എന്താ പറയുക ഒരുമയുള്ള എന്താ പറയുക ഒരു ഫാമിലി അങ്ങനെ വേണം ലൈഫ് ലോങ്. സാറും ആ മേഡവും ഒക്കെ നല്ല കമ്പനിയാണ് കേട്ടോ. പിന്നെന്താ, നല്ല വെയിലായിട്ടുണ്ട്. നല്ല വെയിലടിക്കുന്നിടത്താണ് ഇത്തവണ നമുക്ക് കിട്ടിയത്. ഈ കഴിഞ്ഞ 3 വർഷം നമുക്ക് ഇത്രയും വെയിൽ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. തലയിൽ കൂടെ തോർത്തൊക്കെ ഇട്ടിരുന്നു. ഇപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കും. തീയൊക്കെ കത്തിച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പരിപാടിയൊന്നും നടക്കില്ല. കണ്ടില്ലേ, വണ്ടികൾ ബ്ലോക്കായി അങ്ങനെ ആകെ. കാരണം കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് ഇതുപോലെ പൊങ്കാല ഇടുന്ന നിരകളാണ് വീടുകളുടെ മുറ്റത്ത്. ടൗണ് ഫുള്ള് എല്ലാം ഇങ്ങനെ പോക്കറ്റ് റോഡിലും എല്ലാം ഇത് തന്നെയാണ്. ലക്ഷക്കണക്കിന് സ്ത്രീകൾ പൊങ്കാല ഇടുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് അടുപ്പ് കത്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പുകമയമായിരിക്കും. അതുവരെയൊക്കെ വീഡിയോ ഉണ്ടാവുള്ളൂ. അതിന് ശേഷമുള്ള കാഴ്ചകളായിരിക്കും പിന്നെ കാണാം. അപ്പോൾ അതേ നമ്മൾ പൊങ്കാല അടുപ്പിലേക്ക് അമ്പലത്തിലെ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം മൈക്കിലൂടെ അനൗൺസ്മെൻ്റ് ഉണ്ട്. അത് പ്രകാരം നമ്മൾ തീ കത്തിക്കുകയാണ്. അപ്പോൾ കൊതുമ്പൊക്കെ വെച്ചിട്ട് എല്ലാവരും തീ കത്തിച്ചു. നമ്മുടെ പൊങ്കാല ഇത് തിളച്ച് തൂവി. എന്തായാലും കിഴക്ക് പടിഞ്ഞാറാണ് തിളച്ച് തൂവിയത്. ഭയങ്കര സന്തോഷമായി. എല്ലാവരുടെയും പൊങ്കാലകൾ അടുത്തടുത്ത് സമയങ്ങളിൽ പെട്ടെന്ന് തിളച്ച് തൂവി. പിന്നെ എല്ലാ വർഷത്തേക്കാളും വെയിലും ചൂടും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു ആ വെയിലിൻ്റെത്. പിന്നെ ഇത് ഈ ഒരു AM വെജിറ്റബിൾസ് എന്നാണെന്ന് തോന്നുന്നു. എനിക്കത് ഞാൻ കുറച്ച് റോഡിലോട്ട് പുറകോട്ട് ഇറങ്ങാൻ പറ്റില്ല, ബസ് വണ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കടയിലെ ചേട്ടനും ചേച്ചി ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്തു തന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ കടയുടെ മുമ്പിൽ തന്നെ പ്ലേസ് തന്നു. കൂടാതെ ആ ഒരു വെയിലും ചൂടിലും ചേട്ടൻ്റെ കടയിലെ നാരങ്ങ വെള്ളം കുറേ ചിലവായിട്ടുണ്ട്. ഞങ്ങൾ മാത്രമല്ല എല്ലാവരും വാങ്ങി കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിരുന്ന ഞങ്ങൾക്ക് സോഡ ഒഴിച്ച നാരങ്ങ വെള്ളം എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ ആ സമയത്ത് എൻ്റെ പൊന്നെ എന്തോ മരുഭൂമിയിൽ മഴ പെയ്തൊരു ഫീലായിരുന്നു കേട്ടോ. ഈ ഒരു ചേച്ചി എൻ്റെ ഭാര്യയും ഭർത്താവാണ്. ഭയങ്കര നന്ദിയുണ്ട് ഈ ഒരു സമയത്ത് അവരോട് പറയണം കേട്ടോ. ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അടുത്ത വർഷം വരണം, അവരോട് സ്ഥലമൊക്കെ പിടിച്ചിട്ടേക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പൊങ്കാലയൊക്കെ ഒരുക്കി പൊങ്കാലയൊക്കെ തളിച്ച് പോയി കഴിഞ്ഞിട്ട് അതൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ മുറ്റത്തേക്ക് വന്നു. വലിയ ക്യൂ ആണ്. ആ ക്യൂവിൽ ഞങ്ങൾ കയറി നിന്നു. ചോറുണ്ണാനായിട്ടുള്ള ക്യൂ ആണ് കേട്ടോ. അപ്പോൾ ഉച്ചയായിട്ടുണ്ട്, ഒരു 1 മണി 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ചോറുണ്ടിട്ട് ഇനിയിപ്പോൾ തൊഴാനായിട്ട് കയറാമെന്ന് വെച്ചു. എല്ലാ വർഷവും നമ്മൾ തൊഴുതിട്ടാണ് ചോറുണ്ണാൻ പോകുന്നത്. ഇപ്രാവശ്യം നമ്മൾ കുറച്ച് ലേറ്റായിട്ട് വെയിൽ കാരണം അവിടെ കുറച്ച് നേരം ഇരുന്നൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ നല്ല എന്താ പറയുക ഊണ് നമ്മുടെ മുന്നിൽ കിട്ടിയിട്ടുണ്ട്. സാമ്പാറും അവിയലും അതുപോലെ തന്നെ അച്ചാറും പിന്നെ ഒരു പച്ചടിയോ കിച്ചടിയോ എന്താണെന്ന് തോന്നുന്നു. എനിക്ക് ഈ പച്ചടിയും കിച്ചടിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനാണ്. അതൊക്കെ നല്ല രസകരമായിട്ട് കഴിച്ചിട്ട് നല്ല അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്ട്രോങ് ആയി. നമ്മൾ ചുറ്റമ്പലത്തിലെല്ലാം തൊഴുത് നന്നായിട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ ചെറിയ ഒരു ഷോപ്പിങ്ങിനായിട്ടൊക്കെ ഇറങ്ങി. കീർത്തന പുസ്തകങ്ങളും വിളക്കും അതുപോലെ തന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പലതും വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ കണ്ടും വാങ്ങി നോക്കിയും ഒക്കെ ഇങ്ങനെ നടന്നതുപോലെ തന്നെ കമ്മലുകൾ 20 രൂപ മുതൽ 10 രൂപ മുതൽ ഇങ്ങനെ കമ്മലുകളും കാര്യങ്ങളും. ഷോപ്പിംഗ് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ വാങ്ങിയില്ലെങ്കിലും
വെറുതെ ഇങ്ങനെ ഓരോ കടയിൽ കയറിയിട്ട് ഇങ്ങനെ വില ചോദിച്ചാൽ അതെത്ര ഇതെത്രയാണെന്ന് ചോദിച്ചു ഇട്ടും കണ്ടും ഒക്കെ നോക്കി പോകുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളും കടക്കാർക്ക് ശല്യമാണെങ്കിലും നമുക്കൊരു രസം. അതിനുശേഷം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല പെരും മഴ. അപ്പോൾ നാം വീട്ടിലേക്കൊക്കെ വിളിച്ചപ്പോൾ കോട്ടയത്തൊക്കെ നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നല്ല കരിവെയിലാണ്. പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് എന്തായാലും ഒരു 4-4:30 ആയപ്പോൾ പെരും മഴ അങ്ങോട്ട് പെയ്തു. ഒരു 3/4 മണിക്കൂർ ആ മഴ അങ്ങ് നിന്ന് പെയ്തു. അതിനുശേഷം അതങ്ങ് മാറി. പിന്നെ ഞങ്ങൾ ഈ നടപ്പന്തലിൽ വന്നിങ്ങനെ ഇരുന്നു. ഇന്നിപ്പോഴാണ് ശരിക്കും സമാധാനമായിട്ടൊന്നിരിക്കുന്നത് കേട്ടോ. മുഖമൊക്കെ കണ്ട് രാവിലെ പൊട്ടി അടിച്ചിട്ട് വന്നതൊക്കെ പോയി. എല്ലാം നല്ല കരിവാളിച്ച് വെയിൽ കൊണ്ട് പുകയടിച്ച് കണ്ണിൽ കൂടെയൊക്കെ വെള്ളം വന്ന് മേക്കപ്പ് ലിപ്സ്റ്റിക്ക് എല്ലാം പോയി കേട്ടോ. അപ്പോൾ ഞാൻ പറയായിരുന്നു യഥാർത്ഥ മുഖം ഇതാണെന്ന് പറയുമായിരുന്നു. കാരണം മേക്കപ്പൊക്കെ ഇട്ട് വന്നതൊക്കെ പോയിട്ടോ. പിന്നെ നമ്മുടെ ഷീജാൻറ്റി സാറും ഒക്കെ പോയായിരുന്നു. അവരൊക്കെ യാത്ര പറഞ്ഞ് പോയി. വീണ്ടും കാണാം, നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പോയി. അപ്പോൾ ഈ വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു ഹായ്. നമ്മുടെ വീഡിയോസൊക്കെ ഇനിയും കാണുക. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമുക്ക് എന്താ പറയുക പോയി സൗഹൃദമൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. പിന്നെ ഇതേ നമ്മളവിടുന്ന് കോളിഫ്ലവർ വാങ്ങിച്ചിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വാങ്ങാൻ പോയപ്പോഴായിരുന്നു മഴ. അതിനുശേഷം നമ്മൾ ഈ നടപ്പന്തലിൽ വന്നിരുന്ന് സമാധാനമായിട്ടത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്താ പറയുക അത്ര ക്രിസ്പിനെസ് ഒന്നും ഇല്ല കേട്ടോ. കാരണം എല്ലാ പ്രാവശ്യവും വാങ്ങുന്നത്ര ആ ഒരു എന്താ പറയുക മുറുമുറുപ്പും ഒന്നും ഇല്ലായിരുന്നു. എനിക്കൊന്ന് മഴ പെയ്ത് തണുത്ത് പോയിട്ടാണോ എന്നറിയില്ല. അങ്ങനെ സന്ധ്യയായി. ദീപാരാധനയ്ക്ക് ശേഷം നമ്മുടെ വൈകിട്ടത്തെ ചടങ്ങായ കാർത്തിക സ്തംഭം കത്തിക്കുന്ന കാണാൻ ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഭക്തജനങ്ങൾ അവിടെ ആറ്റുനോറ്റ് നിൽപ്പുണ്ട്. നമ്മുടെ പാപങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറും എന്നാണ് വലിയ വിശ്വാസം. അത് നേരാണ്. ഭയങ്കര രസമാണ് കേട്ടോ. ഇത് കാർത്തിക സ്തംഭം കത്തിക്കലാണ് കേട്ടോ നമ്മൾ കണ്ടത്. ദേവിയുടെ ഒരു വർഷത്തെ ഉടയാടകൾ മുഴുവൻ ആ ഒരു മരത്തുമ്മേൽ ഇങ്ങനെ ആ തൂണുമ്മേൽ കെട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് പട്ട് കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അതിൽ പടക്കം എല്ലാ വർഷവും വെക്കാറുണ്ട്. ഈ പ്രാവശ്യം 1-2 പടക്കം പൊട്ടണതേ കേട്ടുള്ളൂ. പിന്നെ അല്ലാതെ ഈ ഒരു കളർഫുള്ളായിട്ടുള്ള പടക്കം എല്ലാ വർഷവും അവിടെ കത്തിക്കാറുണ്ട്. ആ ഒരു തൂണുമ്മേൽ ഇങ്ങനെ പടക്കം വെച്ചിട്ട് കത്തിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്തവണ അത് ഒഴിവാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ദേവിയമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ പൊങ്കാല വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വർഷവും ഇതേ ഭാഗ്യം ദേവി തരട്ടെ. ഇതിലും നല്ല രീതിയിൽ പൊങ്കാല ഇടാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഇനിയും ഭക്തകൾക്കും ഭക്തന്മാർക്കും ഒക്കെ ദേവിയുടെ നടക്കിലെത്തി പൊങ്കാല ഇടാൻ സാധിക്കട്ടെ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീണ്ടും പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെന്താ വീണ്ടും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു സോ മച്ച്.